നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ലിറ്ററസി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഫൈനാൻഷ്യൽ ലിറ്ററസി എന്താണെന്നുള്ളത് നോക്കാം. ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് നിങ്ങളുടെ പൈസ ബുദ്ധിപൂർവ്വം യൂസ് ചെയ്യുക എന്നുള്ളതിലാണ്. അത് എങ്ങനെ സമ്പാദിക്കുന്നു, അത് എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു, അത് എങ്ങനെ സേവ് ചെയ്യുന്നു, അതെങ്ങനെ അവസാനം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഒരു യഥാർത്ഥ ഫൈനാൻഷ്യൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ കഴിവ് വരുന്നത്. ഇത് എന്തുകൊണ്ടായിരിക്കും ഫൈനാൻഷ്യൽ ലിറ്ററസി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന പൈസ മര്യാദയ്ക്ക് ബുദ്ധിപൂർവ്വം യൂസ് ചെയ്ത് സ്പെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദർ വിൽ കം എ ടൈം വേർ യു വിൽ ഹാവ് ടു വർക്ക് ഫോർ മണി അഗെയിൻ ആൻഡ് അഗെയിൻ. ഇപ്പൊ നിങ്ങളുടെ പൈസ കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കായിരിക്കും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. നിങ്ങളുടെ ഇപ്പൊ ഒരു നോർമൽ ലൈഫിൽ തന്നെ നിങ്ങൾ ഈ പറയുന്ന ഒരു ഫീലിങ്സ് അനുഭവിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. കാരണം നിങ്ങൾക്ക് 5-ാം തീയതി സാലറി വരുമ്പോൾ യു ഫീൽ എ സെൻസ് ഓഫ് റിലീഫ്. കാരണം നിങ്ങൾക്ക് ആ ടൈമിൽ ബിൽസ് പേ ചെയ്യാനുണ്ട്. അതിനുശേഷം ഒരു 10-15 ഡേയ്സിൽ യു നോ ഹൗ ദ മണി സ്റ്റാർട്ട്സ് ടു ഡ്രെയിൻ അല്ലെ. ഈ 20-ാം തീയതി ആകുമ്പോഴത്തേക്കും അടുത്ത 15 ദിവസം വെയിറ്റ് ചെയ്ത് സാലറി വാങ്ങാനുള്ള ഓട്ടത്തിലായിരിക്കും നിങ്ങൾ ചിന്ത നടക്കുന്നുണ്ടാവുക. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദിസ് ഇസ് നോട്ട് ലൈഫ്. ഈ പൈസക്ക് വേണ്ടി ഓടുന്നതല്ല ലൈഫ്. നമ്മൾ പൈസ വെച്ച് പൈസനെ ഉണ്ടാക്കാൻ തുടങ്ങുന്ന ഒരു പോയിന്റിലാണ് യഥാർത്ഥ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളൊരു ജേണി നമുക്ക് സ്റ്റാർട്ട് ആവുന്നത്. ഫൈനാൻഷ്യൽ ഫ്രീഡത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഫൈനാൻഷ്യലി ലിറ്ററേറ്റ് ആയിട്ട് എങ്ങനെ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം പറയുന്നത് നമ്മൾ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോ എപ്പോഴും ഒരു സോഴ്സ് ഓഫ് ഇൻകത്തിന് പുറമെ ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം ബിൽഡ് ചെയ്യുന്നത് എന്നും നല്ലതായിരിക്കും. ആൻഡ് അഗെയിൻ അതെങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു 50-30-20 റൂളിൽ വേണം നമ്മൾ ഇത് സ്പെൻഡ് ചെയ്യാം. ഞാനിത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് 50% ഓഫ് യുവർ ഇൻകം ഷുഡ് ഗോ ഇൻ ടു യുവർ എക്സ്പെൻസസ്. ഓക്കെ, 50% മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മാക്സിമം നമ്മുടെ എക്സ്പെൻസിന് വേണ്ടിയിട്ട് ആ മാസം ചെലവഴിക്കാൻ പാടുള്ളതായിട്ടുള്ളൂ. എഗെയിൻ 30% എന്ന് പറയുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പറയുന്ന ലക്ഷറി ആയിട്ടുള്ള ഡിന്നറോ അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് പുറത്തു പോയി സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈമിന് വേണ്ടി നിങ്ങൾക്ക് ചെലവഴിക്കാം. ആൻഡ് അവസാനത്തെ 20% എന്ന് പറയുന്നത് അത് സേവ് ചെയ്യാനുള്ളതാണ്. ആ സേവിങ്സ് പിന്നീട് വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ മാറ്റേണ്ടതാണ്. കാരണം യു മസ്റ്റ് മേക്ക് യുവർ മണി വർക്ക് ഫോർ യു. ഇതിൽ അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് പഠിച്ചാൽ മാത്രം പോരാ, ഇത് നിങ്ങൾ റിയൽ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾക്ക് ഞാൻ കുറച്ച് അനാലജീസ് പറഞ്ഞു തരാം. ബഡ്ജറ്റ് ഇസ് ലൈക്ക് എ ടൈം ടേബിൾ ഫോർ മണി അല്ലെ. തികച്ചും കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ പൈസ വരുന്നതും പോകുന്നതിനും ഒരു ടൈം ടേബിൾ ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ അടുത്ത കാര്യം നോക്കുക, സേവിങ് ഇസ് ലൈക്ക് ചാർജിങ് യുവർ ഫോൺ. യു വിൽ നീഡ് ഇറ്റ് ലേറ്റർ അല്ലെ. നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ ഫോൺ ചാർജ് ഇല്ലാതെ പോകുകയാണെങ്കിൽ എന്ത് ചെയ്യും, കുറച്ചു നേരം കഴിയുമ്പോൾ ഓഫായി പോകും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് പിന്നീട് ഉപകാരപ്പെടുന്നില്ല. അതുപോലെ തന്നെയാണ് പൈസ. നമ്മൾ കറക്റ്റ് ആയിട്ട് അത് സേവ് ചെയ്തില്ല, കറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ എൻഡ് ഗോൾ ഇസ് നോട്ട് മെറ്റ്. അപ്പോൾ നമ്മൾ എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും ഫൈനാൻഷ്യലി ലിറ്ററേറ്റ് ആവുക എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കുക, കുറെ BMW വാങ്ങുക അല്ലെങ്കിൽ ലംബോർഗിനി വാങ്ങുക എന്നുള്ളതല്ല. ഇതൊക്കെ നമ്മുടെ ആസ്പിറേഷൻസ് ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമയം തന്നെയാണ് ഇവിടെ വാങ്ങാൻ ശ്രമിക്കുന്നത് അല്ലെ. നിങ്ങളിപ്പോ നമ്മുടെ സമയം കൊടുത്തിട്ടാണ് ഒരു ജോലിക്ക് പോയിട്ട് അവിടുന്ന് റെമ്യൂണറേഷൻ ആയിട്ട് നിങ്ങളുടെ സാലറി വാങ്ങുന്നത്. ആൻഡ് ദ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന അവസാനത്തെ ഗോളത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് നിങ്ങളുടെ സമയം നിങ്ങൾക്ക് തിരിച്ച് കിട്ടുക എന്നുള്ളതാണ്. സോ വർക്ക് ഫോർ യുവർ ഫൈനാൻഷ്യൽ ഫ്രീഡം. നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ 3 F's ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നതാണ്. ഇവിടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഫൈനാൻഷ്യൽ ഫ്രീഡം, ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കുകളാണ്. അപ്പൊ ഇതിന് തമ്മിലുള്ള അന്തരം എന്താണെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ദ എബിലിറ്റി ടു കൺസിസ്റ്റന്റ്ലി മീറ്റ് യുവർ ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ വിത്തൗട്ട് സ്ട്രെസ്. അതായത് എല്ലാ മാസവും നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ വരുന്ന എക്സ്പെൻസും നിങ്ങളുടെ റെന്റും ബിൽസും എല്ലാം പേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഇൻകമോടെ കൂടിയുള്ള ഒരു ലൈഫിനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. കാരണം ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള ബഡ്ജറ്റിംഗ് നിങ്ങൾ ചെയ്യുന്നുണ്ട്, എമർജൻസി ഫണ്ടുകൾ നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്, അധികം ഡെപ്റ്റ് ഇല്ല അല്ലെങ്കിൽ ഒട്ടും ഡെപ്റ്റ് ഇല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ താഴെ കാണാം. രവി മാസം 50,000 രൂപ ഏൺ ചെയ്യുന്നു. അതിൽ എല്ലാ ബില്ലുകളും ആൾ കറക്റ്റ് ആയിട്ടുള്ള സമയത്തിന് അടയ്ക്കുന്നു. ആൾക്ക് 1 ലക്ഷം രൂപയുടെ എമർജൻസി ഫണ്ടും ഉണ്ട്. ആൾക്ക് ക്രെഡിറ്റ് കാർഡിന്റെ യാതൊരു തരം ഡെപ്റ്റും ഇല്ല. അങ്ങനെയാണെങ്കിൽ രവി ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ടൊന്ന് പോവാം. ദാറ്റ് ഈസ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വാക്കാണ്. ഇറ്റ്സ് ലൈക്ക് ഒരു സ്റ്റേറ്റ് ഓഫ് നോട്ട് റിലൈങ് ഓൺ എനിവൺ. ഇപ്പൊ ജോബിനോ ഫാമിലിയോ ഗവൺമെന്റ് ആരെയും നിങ്ങളുടെ ഫൈനാൻഷ്യൽ നീഡ്സിന് വേണ്ടി നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പോ ഏകദേശം പാസീവ് ഇൻകം ഉള്ള സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ഉള്ള ആൾക്കാരൊക്കെ ഈ ഒരു കാറ്റഗറിയിലാണ് വന്ന് വീഴുന്നത്. അപ്പൊ സാലറി മാത്രമല്ല നിങ്ങളുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉള്ള ഒരാളെ നമുക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഏർലി ആയിട്ടുള്ള റിട്ടയർമെന്റ്
പോസിബിൾ ആണ് അല്ലെ. ഫയർ മൂവ്മെന്റ് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി നിങ്ങൾക്ക് അത് ഉപകരിക്കും. അപ്പോ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നേഹ ഹാസ് ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് റെന്റൽ ഇൻകം ദാറ്റ് പേ ഫോർ ഹെർ ലൈഫ് സ്റ്റൈൽസ്. ഷീ നോ ലോnger നീഡ്സ് ടു വർക്ക് അൺലെസ് ഷീ വാണ്ട്സ് ടു. അപ്പോ ഇതും ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് ബെസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ്. നമുക്ക് ഫൈനലി എല്ലാവരും സോഷ്യൽ മീഡിയയിലും ഈ പറയുന്ന കോഴ്സ് സെല്ലേഴ്സും വളരെ കൂടുതലായിട്ടുള്ള ആൾക്കാരും പണ്ട് മുതലേ നിങ്ങളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം. ദ പവർ ടു മേക്ക് ലൈഫ് ചോയ്സസ് വിതൗട്ട് ബീങ് ലിമിറ്റഡ് ബൈ മണി. മനസ്സിലായോ? ഒരു പ്രൈസ് ടാഗ് നോക്കാതെ ഒരു സാധനം വാങ്ങാനുള്ള ഒരു കഴിവ്, ഇതിനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. അതായത് പാരമ്പര്യമായിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് വെക്കുക അല്ലെ, ഒരു 10 തലമുറയ്ക്ക് കഴിക്കാനുള്ള ഒരു പൈസ ഉണ്ടാക്കി വെക്കുക എന്നൊക്കെ പറയുന്ന പോലെ. ദ ഫ്രീഡം ടു ട്രാവൽ, നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. അഗൈൻ മണി ഈസ് നോ ലോnger എ വറി. ഇതാണ് ശരിക്കും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കേണ്ട ഒരു കാര്യം. കാരണം ഈ ലാസ്റ്റത്തെ സ്റ്റേജിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈമാണ്. സോ നമുക്ക് അർജുന്റെ എക്സാമ്പിൾ ഇവിടെ നോക്കാം. അർജുൻ ബിൽഡ് വെൽത്ത് ഓവർ ടൈം, നൗ ട്രാവൽസ് ദ വേൾഡ്, ഫണ്ട് ചാരിറ്റീസ്, ചൂസസ് വർക്ക് ഔട്ട് ഓഫ് പാഷൻ നോട്ട് ഔട്ട് ഓഫ് നെസസിറ്റി. അല്ലെ, നമ്മൾ എത്ര പേര് ജോലിക്ക് പോകുന്നുണ്ട്, ഇത് നെസസിറ്റി കാരണമാണ് കുറെ ആൾക്കാർ പോകുന്നത്. ഓക്കെ, വെറുതെ ഒരു രസത്തിന് വേണ്ടി പോകുന്ന എത്ര ആൾക്കാരുണ്ട്? വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അർജുൻ ചെയ്യുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. ആളിപ്പോ ഒരു വെൽത്ത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു, ആൾക്കൊരു പോർട്ട്ഫോളിയോ